നമസ്കാരം, സി ബി മുള്ളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിളിൽ ഉത്തരം വരുന്നത് പെന്നി ബ്ലാക്ക് എന്നാണ്. ദ പെന്നി ബ്ലാക്ക് 1840 ഇംഗ്ലണ്ട് പുറത്തിറക്കിയ പെന്നി ബ്ലാക്ക്. നിങ്ങൾ ഈ കാണുന്നതാണ് പെന്നി ബ്ലാക്ക്. ഇതിൻ്റെ ടോട്ടൽ മിൻറ്റേജ് നിങ്ങൾക്ക് കാണാം. 6,88,800,000 സ്റ്റാമ്പ്സാണ് മൊത്തത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് കണ്ടുപിടിച്ചത് ഇംഗ്ലണ്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റാമ്പിലും അവരുടെ രാജ്യത്തിൻ്റെ പേര് ഉണ്ടാകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് പെന്നി ബ്ലാക്കിൻ്റെ ഒരു പ്ലേറ്റ് മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 1840 നിർമ്മിച്ച ആദ്യ സ്റ്റാമ്പിൻ്റെ ടൈറ്റിൽ എ എന്നായിരുന്നു. നിങ്ങൾ താഴെ നിങ്ങൾ ശ്രദ്ധിച്ച കാണാം, സ്റ്റാമ്പിൻ്റെ ഇടതും വലതുമായിട്ട് എ ഉണ്ട്. അതിനുശേഷം AB, AC ആ രീതിയിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ നിങ്ങൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക. AA എന്നാണ് കാണുന്നത്, അടുത്ത AB ആണ്, AC ആണ്. ഈ രീതിയിലാണ് ഓരോ ഷീറ്റിലും സ്റ്റാമ്പുകൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ L ആണ് അതിൽ ലാസ്റ്റ്, അതായത് AL അത് അവസാനിക്കും. പിന്നീട് BA, BB ആ രീതിയിലാണ് പോകുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, വേറൊന്നുമല്ല. ഇത്തവണത്തെ ബാംഗ്ലൂർ എക്സിബിഷന് എനിക്ക് കിട്ടിയ ഒരു വലിയ നിധി എന്ന് പറയുന്നത് ഒരു പെന്നി ബ്ലാക്കിൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ച കവറാണ്. 50 പെന്നി ബ്ലാക്ക് സ്റ്റാമ്പുകൾ നമുക്ക് കിട്ടുമെങ്കിൽ ഒരു പെന്നി ബ്ലാക്ക് കവറായിരിക്കും കിട്ടുന്നതെന്നാണ് കണക്ക്. അതായത് 50 സ്റ്റാമ്പിന് ഈക്വലായിട്ട് ഒരു കവറേ ഉണ്ടാവുള്ളൂ. എത്ര സ്റ്റാമ്പുകൾ ഉണ്ടാവുന്നു അതിലും വളരെ കുറച്ച് മാത്രമേ കവറുകൾ ഇന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് സർട്ടിഫൈ ചെയ്ത ഒരു കവറ് പെന്നി ബ്ലാക്ക് സ്റ്റാമ്പോടുകൂടി എനിക്ക് ഇത്തവണ ബാംഗ്ലൂർ എക്സിബിഷനിൽ നിന്ന് വാങ്ങിക്കാനിടയായി. ഈ കാണുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് കമ്പനിയാണ്. നമ്മുടെ NGC എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റാമ്പും കവറുകളും ഒക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ റെക്കോർഡിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അവർ സർട്ടിഫൈ ചെയ്ത ഒരു പെന്നി ബ്ലാക്കിൻ്റെ സ്റ്റാമ്പോടുകൂടിയ കവർ എനിക്ക് കിട്ടി. നിങ്ങൾക്ക് പലർക്കും ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വില ഈ വീഡിയോയുടെ അവസാനം പറയാം. എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് ക്യാൻസലേഷനാണ്. അതായത് ഇതിൽ ബ്ലാക്ക് ക്യാൻസലേഷനും റെഡ് ക്യാൻസലേഷനും ഉണ്ട്. സ്റ്റാമ്പിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന മാൾട്ടീസ് ക്രോസ് എന്ന്, അതായത് ഒരു കുരിശ് രൂപത്തിലുള്ള അതിന് മാൾട്ടീസ് ക്രോസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് ക്യാൻസലേഷനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ആ വിറ്റ ആളുടെ കയ്യിൽ റെഡ് ക്യാൻസലേഷനും ഉണ്ടായിരുന്നു. റെഡ് ക്യാൻസലേഷൻ്റെ വില ഏകദേശം 50,000 രൂപ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് റെയർ ആണ്. കാരണം ഇതൊരു 10 ഉണ്ടെങ്കിൽ അതൊന്നും മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചില്ല. എന്തായാലും ഞാനിത് വാങ്ങിച്ചു. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കവർ ഞാൻ ഇന്നാണ് പുറത്തെടുത്തത്. ബാംഗ്ലൂർ എക്സിബിഷന് സേതുവിനും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നോട് ചോദിച്ചു. കാരണം എൻ്റെ പേഴ്സണൽ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ താല്പര്യമുള്ള. ഇതിൽ നിൽക്കണം GG ആണ്. ഒരു പ്ലേറ്റിൽ GG വരുന്ന ഒരു സ്റ്റാമ്പാണിത്. അതായത് ABCD ആ രീതിയിലാണ്. ഞാൻ മുമ്പേ പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ. നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കി കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുക. ഈ അറിവുകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയെടുത്ത അറിവുകളാണ്. ഒരുപക്ഷെ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ലോകത്തിലെ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ച ഈ കവർ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ കവർ എന്ന് പറഞ്ഞാൽ ഒരു എഴുതിയ പേപ്പർ ഫോൾഡ് ചെയ്ത് കവറാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിലും ക്യാൻസലേഷൻ ബാക്കിൽ സീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് കാണുന്നത്. നല്ല ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എനിക്കത് ഇംഗ്ലീഷ് അറിയാമെങ്കിലും വായിക്കാൻ അറിയാമെങ്കിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് വായിക്കാൻ അറിയില്ല. ഓൺലൈൻ മാർക്കറ്റുകളിൽ ഒരുപാട് ഫേക്ക് വരുന്നൊരു സാധനമാണ് പെന്നി ബ്ലാക്ക്. ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർട്ടിഫൈഡ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1841 എന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാൻ മറക്കരുത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ അകത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പേപ്പറാണ്, പേപ്പറിനെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് കയറ്റി വെച്ച് അങ്ങനെയാണ് ലെറ്റർ അയച്ചിരിക്കുന്നത്. ഞാനത് പൂർണ്ണമായിട്ട് തുറക്കുന്നില്ല, കാരണം ഒരുപക്ഷെ ഒടിഞ്ഞോ കീറിയോ പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മൊത്തത്തിൽ തുറക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അതിനെ വീണ്ടും ഫോൾഡ് ചെയ്ത് ഞാൻ ആ രൂപത്തിൽ തന്നെ തിരിച്ചു വെക്കുകയാണ്. ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്തൊരു ഐറ്റമാണ് എനിക്ക് മിസ്സായി അല്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റാതെ പോയ ആ റെഡ് ക്യാൻസലേഷൻ പെന്നി ബ്ലാക്ക് കവർ. എക്സിബിഷൻ ഹാളിൽ വെച്ച് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാണ്. ഈ കാണുന്നതാണ് ആ റെഡ് ക്യാൻസലേഷൻ പെന്നി ബ്ലാക്ക് കവർ. ഇതെനിക്ക് വാങ്ങിക്കാൻ സാധിച്ചില്ല, കാരണം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 രൂപയായിരുന്നു. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.